ഹലോ, അപ്പോൾ ഐഷൻ ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വിഷു ദിവസത്തിലെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വിഷു ദിനത്തിൽ ഞാൻ എൻ്റെ വീട്ടിലൊരുക്കിയ കണി നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ പുതിയ പുതിയ ആൾക്കാരെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എല്ലാവർക്കും ഞാൻ ഫസ്റ്റ് തന്നെ ഹാപ്പി വിഷു ആശംസകൾ. അപ്പോൾ എല്ലാവരും വിഷുവൊക്കെ നന്നായിട്ട് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. വിഷു ദിനത്തിലെ വീഡിയോ ആണ്, പക്ഷെ പോസ്റ്റ് ചെയ്യുന്നത് വിഷു കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിഷു കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എന്നാലും എല്ലാവരും നമ്മുടെ വീഡിയോസ് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമോ. അപ്പോൾ ഞാനൊരു നാലര കഴിയുമ്പോഴാണ് കണി കണ്ടത്. 4:45 കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ ക്ലിപ്പാണ് കേട്ടോ. എന്നെക്കൊണ്ട് എടുക്കാൻ പറ്റിയ രീതിയിലാണ് ഞാൻ എടുത്തത്. അപ്പോൾ രാത്രി ഒരു 12:20 ശേഷം കണി വയ്ക്കേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കണിയായിട്ട് ഒരുക്കിയത് ഒരു സമയത്താണ്. അപ്പോൾ എല്ലാം എടുത്തു വെച്ചത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം എടുത്തു വെക്കാമല്ലോ. എന്നാലും എന്തൊക്കെയോ മറന്നു എന്നുള്ള ഒരു വേവലാതി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും എല്ലാം വെച്ചു എന്ന് തോന്നുന്നു. അപ്പോൾ കൃഷ്ണനൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ചു എൻ്റെ കണി അങ്ങനെ ഒരുക്കി കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണോ കണിയൊക്കെ ഒരുക്കാറ്? ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലായിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിൽ നമ്മുടെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് കേട്ടോ കണിയൊക്കെ വെക്കുന്നത്. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇങ്ങനെയൊക്കെ വെക്കും. പിന്നെ കോടി വസ്ത്രവും പിന്നെ എന്താ പറയുക അരി, ചക്ക, മാങ്ങ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ കൊന്നപ്പൂവാണല്ലോ വിഷുവിൻ്റെ കണിയിലെ പ്രധാനം. അപ്പോൾ കൊന്നപ്പൂവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതൊക്കെ വെച്ചങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഒരു 4:45 ആകുമ്പോൾ കണി കണ്ടു കേട്ടോ. പിന്നെ ഐവൂട്ടനെ വിളിച്ചു. ഐവൂട്ടൻ ഉറക്കമായിരുന്നു, നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഐവൂട്ടനെ അങ്ങനെ എഴുന്നേൽപ്പിച്ചിട്ട് കണ്ടു. പിന്നെ അച്ഛനും പിന്നെ അമ്മമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കണിയൊക്കെ കണ്ടു തൊഴുതു. പിന്നെ നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കേട്ടോ തറവാട് ക്ഷേത്രം അച്ഛൻ്റെ. അപ്പോൾ അങ്ങനെ അവിടെയും ചെറിയൊരു രീതിയിൽ കണി വയ്ക്കും. അപ്പോൾ അവിടുത്തെ കണിയും ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇപ്പം കാണുന്നതാണ് എൻ്റെ വീട്ടിലൊരുക്കിയ കണി കേട്ടോ. അപ്പോൾ ഞാനാണ് ഈ കണി ഒരുക്കിയത്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വിളക്കൊക്കെ ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു. പിന്നെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റിട്ട് പിന്നെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അമ്പലം ഉണ്ട് അടുത്ത് തന്നെ, ക്ഷേത്രം, തറവാട് ക്ഷേത്രം. അപ്പോൾ അവിടെയും കണിയൊക്കെ വെക്കും. അപ്പോൾ അവിടുത്തെ കണിയൊക്കെ കണ്ടു. പിന്നെ തൊട്ടടുത്ത് തന്നെ തറവാട് വീടും ഉണ്ട്. അപ്പോൾ അവിടെയും കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 സ്ഥലത്തെ കണികളും ഞാനിതിൽ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ ഞാനിതൊക്കെയാണ് വെച്ച സാധനങ്ങൾ. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണോ കണിയൊക്കെ ഒരുക്കാറ്? അപ്പോൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. പിന്നെ വിഷുവിന് പ്രധാനം വിഷു കൈനീട്ടാണല്ലോ അല്ലേ ഗൈസ്. അപ്പോൾ കൈനീട്ടൊക്കെ കൊടുത്തു, കൈനീട്ടൊക്കെ കിട്ടി. അങ്ങനെ ഹാപ്പി ആയി കേട്ടോ വിഷുവിൻ്റെ ഡേ. ഐവൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ പൈസയൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ അവനൊക്കെ ഭയങ്കര എന്താ പറയുക, കുട്ടികളല്ലേ നമ്മൾ, കുട്ടിക്കാലത്തൊക്കെ പൈസ കിട്ടുമ്പോഴും നല്ല സന്തോഷമല്ലേ, അതുമാതിരി തന്നെയായിരുന്നു കേട്ടോ അവനും. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും എന്താണ് ഫുഡൊക്കെ ആക്കിയത്? സദ്യയൊക്കെ ആയിരുന്നോ അല്ല ബിരിയാണിയൊക്കെ ആയിരുന്നോ? ഞങ്ങൾ സദ്യ എന്ന് പറയാനില്ല, എന്നാലും സദ്യ പോലെ തന്നെ ഉണ്ടാക്കി കേട്ടോ. വിപുലമായ സദ്യ ഒന്നും ഉണ്ടാക്കിയില്ല, ചെറിയ രീതിയിൽ അങ്ങനെയാണ് ആക്കിയത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് ഇടാനും മറക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ, വിഷുദിനത്തിലെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ കൂട്ടനെയും എഴുന്നേൽപ്പിച്ച് അവനെയും കണി കാണിച്ചു കേട്ടോ. പക്ഷെ അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അതിൻ്റെ തലേ ദിവസം വന്നിട്ട് കുറച്ച് പടക്കമൊക്കെ വാങ്ങിയത് കാരണം അതൊക്കെ
പൊട്ടിച്ചിട്ടാണ് അവൻ ഉറങ്ങിയത്. അപ്പോൾ ലേറ്റായി. അതുകൊണ്ട് തന്നെ രാവിലെ പുലർച്ചെ സമയത്ത് വിളിക്കുന്ന സമയത്ത് അവൻ ഒട്ടും എണീക്കുന്നുണ്ടായിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും അവനെ എഴുന്നേൽപ്പിച്ച് കണിയൊക്കെ കാണിച്ചു, കൈനീട്ടൊക്കെ കൊടുത്തു. പിന്നെ അവനങ്ങ് കിടന്നുറങ്ങി കേട്ടോ. ഇത് അയ്യൂട്ടൻ്റെ കണി കാണുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ. അപ്പം അയ്യൂട്ടൻ കണി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അച്ഛൻ കൂട്ടിയിട്ട് കണിയൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുത്തിച്ചു കേട്ടോ കണി നോക്കാൻ വേണ്ടിയിട്ട്. വന്നിട്ട് അതൊക്കെ കാണുന്നൊന്നും ഇല്ല, നല്ല ഉറക്കത്തിൽ തന്നെ ആയിരുന്നു. എന്നാലും കുറച്ച് സമയം ഇരുന്ന് എല്ലാം ഒന്ന് കണ്ടിട്ടാണ് പിന്നെ എഴുന്നേറ്റത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ തവണത്തെ 2026 വിഷു. അങ്ങനെ ഇത്തവണത്തെ വിഷുവും കഴിഞ്ഞു. ഇനി അടുത്ത ഒരു വിഷുവിനായുള്ളൊരു കാത്തിരിപ്പാണല്ലേ. ഇനി വന്നിട്ട് എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള തറവാട് ക്ഷേത്രത്തിൽ വെച്ച കണിയാണ്. അപ്പോൾ അതാണ് ഇത് കാണുന്നത് കേട്ടോ. പിന്നെ തറവാട് വീടും ഉണ്ടായിരുന്നു അടുത്ത് തന്നെ, അവിടെ വെച്ച ഒരുക്കിയ കണിയാണിത്. അപ്പോൾ 3 കണികളും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു. വിഷുക്കണിയാണ് ഇത്തവണത്തെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ. താങ്ക് യു.